يضلله فلا هادي له. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോകരക്ഷിതാവായ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന വഴിയെ ജീവിക്കാൻ, അങ്ങനെ തന്നെ സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്തയുമായ റബ്ബിലേക്ക് മടങ്ങാൻ സാധുക്കളായ പാപികളായ നമുക്കെല്ലാം അല്ലാഹു ഒരു അവസരത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷം 1446 നമ്മളുള്ളത്. ദുൽഖഅദ മാസം 25. ഈ തരുണത്തിൽ വരുന്ന ആഴ്ചക്ക് മുമ്പേ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഹിജ്റ കലണ്ടറിൽ അവസാനത്തെ മാസമായ ദുൽഹിജ്ജ, ഹജ്ജിന്റെ മാസമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഹിജ്റിയ കലണ്ടറിലെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ മാസമാണ് ദുൽഹിജ്ജ. ആ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രത്യേകം അല്ലാഹു ശ്രേഷ്ഠത കൽപ്പിച്ച ദിനങ്ങളാണ്. ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ എന്ന് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹ് പറയുന്നു. ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞ അയ്യാമിൻ മഅലൂമാത്ത് എന്നതിൻ്റെ ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്ന് സഹാബികളിൽ പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ മുസ്അ അശ്അരി സഹാബിയാണ്, മുജാഹിദ് റഹിമഹുല്ലാഹ് താബിഇയാണ്, അത്താ ഇബ്നു റബീഅ താബിഇയാണ്, സഈദ് ബിൻ ജുബൈർ, ഹസൻ അൽ ബസ്രി, ഖത്താദ, ലഹാഖ്, ഇബ്രാഹിം അൻ-നഖഈ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം, സലഫുകളെല്ലാം
സൂറത്തുൽ ഹജ്ജിൽ നമ്മൾ നേരത്തെ ഓതിയ ആയത്തിലെ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിനങ്ങളിലുള്ള ശ്രേഷ്ഠതകളും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ധാരാളമുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ വിശദീകരിക്കാനല്ല ഞാനത് സൂചിപ്പിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയുടെ ആദ്യ 10 കുറിച്ച് പറഞ്ഞത്. പ്രയോഗം തന്നെ ഇങ്ങനെയാണ്: അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും നല്ല ദിനങ്ങൾ എന്ന് പറഞ്ഞു. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്ന ഭാഗത്ത് കാണാം: വബിൽ ജുംലതി ഫഹാദൽ അശ്റു ഖദ് ഖീല ഇന്നഹു അഫ്ളലു അയ്യാമിസ് സന കമാ നതഖ ബിഹിൽ ഹദീസ് ഫഫളലഹു കസീറുൻ അലാ അശ്ർ റമളാനിൽ അഖീർ. അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, ഹദീസുകളിൽ വന്ന പ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ. അനസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങൾ 1000 ദിവസങ്ങളെ പോലെയാണെന്നാണ്. ആ ദിവസങ്ങളിൽ ചെയ്യുന്ന നന്മ 1000 ദിവസങ്ങൾ ചെയ്യുന്ന നന്മ പോലെയാണ്. അതുപോലെ തന്നെ അറഫ ദിനം 1000കണക്കിന് ദിവസങ്ങൾ പോലെയാണ്. അറഫയുടെ ആ ഒറ്റ ദിവസം മാത്രം 1000 ദിവസം ചെയ്ത പുണ്യം കിട്ടുന്നതാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള മാസമാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ആ ദിനങ്ങളിൽ നമ്മൾക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു നന്മയാണ് ഇന്നത്തെ ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് ഉണർത്തുന്നത്, ചെറിയ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണർത്തുന്നത്. നമ്മുടെയൊക്കെ ഈമാനിനെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ശ്രേഷ്ഠമായൊരു നന്മയാണ് ദുൽഹിജ്ജയിലെ ഈ ദിനങ്ങളിലുള്ള പ്രധാനപ്പെട്ടൊരു നന്മയാണ് ബലികർമ്മം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ആ അധ്യായത്തിന്റെ 2ാമത്തെ ആയത്ത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്നാണ്. ആ ചെറിയ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഫസ്വല്ലി ലിറബ്ബിക്, താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക. വൻഹർ, അവന് വേണ്ടി നിങ്ങൾ ബലിയെറുക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ പുരാതന കാലം മുതൽക്ക് തന്നെ ചരിത്രത്തിന്റെ താളുകൾ പറിച്ചു നോക്കിയാൽ പല മതസമൂഹങ്ങളിലും ബലിക്കല്ലുകളുടെ ചരിത്രങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിലെ ബലികർമ്മം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഏകനായ സൃഷ്ടാവിന് വേണ്ടി മാത്രം മനസ്സിൽ നീയത്താക്കി അള്ളാഹുവിന് വേണ്ടി ഒഴുക്കപ്പെടുന്ന ഉരുക്കളിൽ നിന്ന് ഒഴുക്കപ്പെടുന്ന രക്തങ്ങൾക്കാണ് ഇസ്ലാമിലെ ബലി എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മതം ഒരു കാരുണ്യത്തിന്റെ മതമാണ്. എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം. ഫീ കുല്ലി റത്തുബിൻ അജിരിൻ, പച്ചക്കരളുള്ള എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം എന്നൊക്കെ പഠിപ്പിച്ച മതമാണ്. ആ മതത്തിൽ അന്യായമായിട്ട് ഒരു ജീവജാലങ്ങളെയും കൊന്നുകളയാൻ പാടില്ല. മനുഷ്യരുടെ വിഷയം പറയുന്ന ഭാഗത്ത് എന്താ അല്ലാഹ് പറഞ്ഞേ? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരു ദേഹത്തിന് പകരമായിട്ടോ അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ അന്യായമായി ഒരു ദേഹത്തെ ഹനിച്ചാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നുകളഞ്ഞവനെ പോലെയാണ് എന്ന വിശുദ്ധ ഖുർആന്റെ പരാമർശമാണ്. ഇത് മനുഷ്യരുടെ വിഷയത്തിൽ മാത്രമല്ല, ഒരു ജീവജാലങ്ങളെയും അന്യായമായി കൊല്ലാൻ പാടില്ല. എന്നാൽ ചില ജീവികൾക്ക് ചില കാര്യങ്ങളെ അള്ളാഹു മനുഷ്യരുടെ ഭക്ഷണത്തിനായി മറ്റു ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ബലിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് ന്യായമായ രൂപത്തിൽ, ദൂർത്താകാത്ത രൂപത്തിൽ അത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് ഇസ്ലാം പറഞ്ഞ കാര്യമാണ്. അങ്ങനെ അറുക്കൽ അനുവദനീയമായ ചില ജീവികളെ ബലിയർപ്പിക്കുന്നതിനായി അറവ് നടത്തൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണെന്നാണ് ഞാൻ നേരത്തെ ഓതിയ സൂറത്തുൽ കൗസറിലെ വചനം പഠിപ്പിക്കുന്നത്. ഫസ്വല്ലി റബ്ബിക വൻഹർ.
റബ്ബിനു വേണ്ടി നിസ്കരിക്കുക, അവനു വേണ്ടി ബലിയർക്കുക എന്നുള്ള പരാമർശം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിലെ 36-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഹജ്ജിന്റെ മാസമായതുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട സൂറത്തിലാണ് അള്ളാഹു അത് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞത് അവൽ ബുദൻ, ബലി ഒട്ടകങ്ങളെ ജഅൽനാഹ, അവയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആക്കിയിരിക്കുന്നു. ജഅൽനാഹ ലക്കും മിൻ ശആഇരില്ലാ, അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളായിട്ട് ബലി ഒട്ടകങ്ങളെ അല്ലെങ്കിൽ ബലിമൃഗങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ലക്കും ഫീഹ ഖൈർ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഖൈർ ഉണ്ട്. അതുകൊണ്ട് ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ സവാഫ്, നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് സഫായി അവയെ കിടത്തിയിട്ട് ഓരോന്നിനെ അറുക്കുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ബലിമൃഗങ്ങളെ പ്രത്യേകം അറുക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമുള്ള ആയത്താണ് നമ്മൾ ഈ 2 വചനങ്ങളിലൂടെ കേട്ടത്. ഒന്ന് കൗസറിലെ വചനം, മറ്റൊന്ന് സൂറത്ത് ഹജ്ജിലെ ഈ പരാമർശ വിഷയം. ഇനി അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്താണ് ഇസ്ലാമിലെ ബലിയുടെ സന്ദേശം? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിലെ ബലി കൊണ്ടുള്ള ഉദ്ദേശം, തനിക്ക് പ്രിയപ്പെട്ടതെന്തും ഒരു ജീവനായാൽ പോലും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുക എന്നാണ് ബലിയുടെ സന്ദേശം. തനിക്ക് പ്രിയപ്പെട്ടത്, നമ്മളെ ജീവനേക്കാൾ വലുതൊന്നുമില്ലല്ലോ, ആ ജീവൻ വരെ അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി സന്നദ്ധനാവുക എന്നുള്ളതാണ് ബലിയുടെ സന്ദേശം. ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ എന്തിനും തയ്യാറാണ്, അവന്റെ മതം എന്നോട് കൽപ്പിച്ചത് എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്നുള്ള സന്ദേശമാണ് ബലി നമ്മൾക്ക് നൽകുന്നത്. അതിനാൽ അത് അള്ളാഹുവിലേക്കുള്ള സമർപ്പണമാണ്. നമ്മളൊക്കെ റബ്ബിനോട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം തന്നെ എന്താ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആഉൽ ഇസ്തിഫ്താഹിലൂടെ, വജ്ജഹ്തുവിലൂടെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലൂടെയും ഒക്കെ പരാമർശിച്ചൊരു പ്രയോഗമാണത്. പ്രഖ്യാപിക്കുക നബിയെ, ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നമസ്കാരം, വനുസുക്കി എൻ്റെ ബലികർമ്മം, വമഹ്യായ വമമാതി എൻ്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ പ്രഖ്യാപനമാണ് നമ്മൾ ദിനേന നമസ്കാരത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കൂട്ടത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബലിയുടെ ആത്മാവെന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ള സമർപ്പണമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ബലി നൽകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം. കാരണം അള്ളാഹ്ക്ക് വേണ്ടത് നമ്മൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ മാംസമല്ല. അത് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറുക്കുന്ന ഒരു എത്ര കിൻഡലുണ്ടെങ്കിലും, എത്ര എണ്ണക്കറുപ്പുള്ള കാണാൻ ഭംഗിയുള്ള മൃഗത്തെയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടത് അതിന്റെ ഇറച്ചിയല്ല. ശുദ്ധ ഖുർആൻ പറഞ്ഞെന്താണ്? ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, മൃഗത്തിന്റെ രക്തമോ മൃഗത്തിന്റെ ഇറച്ചിയോ അല്ല അള്ളാഹ് ആഗ്രഹിക്കുന്നത്. പിന്നെയോ വലാകിൻ യനാലുഹു തഖ്വ, അള്ളാഹ് ആഗ്രഹിക്കുന്നത് നിങ്ങളിലുള്ള തഖ്വയാണ്. എത്രത്തോളം എൻ്റെ മുന്നിൽ അവൻ ആത്മസമർപ്പണത്തിന് തയ്യാറാണ് എന്നുള്ള ചെറിയൊരു ടെസ്റ്റ്, അതാണ് ബലികർമ്മത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, 3 ബലികൾ ഖുർആൻ പറയുന്നുണ്ട്. 3 ബലി. ആ ബലിയിൽ ഒന്നാമത്തെ ബലി ആദം നബിയുടെ 2 മക്കളെ വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞതാണ്. ആദം നബിക്കുണ്ടായ മക്കളിൽ അറിയപ്പെട്ട 2 പേരാണ് ഹാബീലും ഖാബീലും. അതിൽ ഒരാളെ കൊന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വിഷയം അവർ എന്തായിരുന്നു, ഒരാളെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു, അത് ഖുർആൻ പറയുന്ന ഭാഗത്ത് കാണാം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വത്തുലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ. 2 പേരും അള്ളാഹ്ക്ക് വേണ്ടി നേർച്ച ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഫതുഖബ്ബിൽ മിൻ അഹദിഹിമാ, അതിൽ ഒരാളുടെ ബലികർമ്മം അള്ളാഹ് സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റാളത് അള്ളാഹ് സ്വീകരിച്ചില്ല. അപ്പോ സ്വീകരിക്കാത്ത, തന്റെ റബ്ബ് തങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വഹയ് ആ മക്കൾക്ക് ആദം നബിയിലൂടെ കിട്ടിയ പോലെ ഒരാൾ പറഞ്ഞെന്താണ്? ഞാൻ എന്നെ കൊല്ലുന്ന പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും. കൊലപാതകത്തിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം അതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആ ബലികർമ്മത്തെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് അള്ളാഹ് പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് എല്ലാം സ്വീകരിക്കുക. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളാക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ നന്മകളൊക്കെ അള്ളാഹു സ്വീകരിക്കാനുള്ള ഒരു ഡെഫിനിഷൻ ആയിട്ട് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ മുത്തഖീങ്ങളാകണം എന്നാണ്. നേരത്തെ പറഞ്ഞില്ലേ, ആ മൃഗത്തിന്റെ ഇറച്ചിയോ
മൃഗത്തിന്റെ ചോരയോ ഒന്നും അല്ല അള്ളാഹ്ക്ക് വേണ്ടത്. പിന്നെയോ യനാലു തഖ്വ, അള്ളാഹ് ആഗ്രഹിക്കണം നിങ്ങളെ തഖ്വയാണ്. ഇവിടെയും പറഞ്ഞ എന്താണ്? ഒരാളിൽ നിന്ന് അള്ളാഹ് സ്വീകരിച്ചു, മറ്റാളെ സ്വീകരിച്ചില്ല. എന്താ റീസൺ പറഞ്ഞത്? ഒരാൾക്ക് തഖ്വ ഉണ്ടായിരുന്നില്ല, ചിന്ത വേറെയായിരുന്നു, ചിന്ത മാറിപ്പോയി. അപ്പൊ എത്ര പവിത്രമായ നന്മയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മുടെ നിയ്യത്ത് മാറിയാൽ നമുക്ക് കൂലിയല്ല കിട്ടുക, പകരം അത് ശിക്ഷയായി പരിണമിക്കും, ഒരു പാപമായി പരിണമിക്കും എന്നാണ് ഇസ്ലാം പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ബലി എന്ന് പറയുന്നത് ബനു ഇസ്രായേലർ സമൂഹം നടത്തിയ ഒരു ബലിയാണ് ഖുർആൻ പറയുന്നത്. ഒന്നാമത്തത് ഹാബീലിന്റെയും കാബീലിന്റെയും ബലിയാണ്. രണ്ടാമത്തത് ബനു ഇസ്രായേൽ സമൂഹം നടത്തിയ ബലിയാണ്. മൂസാ നബി ആയിരുന്നു അന്ന് അവരുടെ പ്രവാചകൻ. മൂസാ നബി ആ സമൂഹത്തോട് പറഞ്ഞില്ലേ, വഇദ് ഖാല മൂസാ ലി ഖൗമിഹി, തന്റെ ജനതയോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹ് നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തിന് ഈ പേര് വരാൻ തന്നെ കാരണം ഈ സംഭവമാണ്. ബഖറയിലാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതിന്റെ 67-ാമത്തെ ആയത്തിൽ ബനു ഇസ്രായേലരോട് അല്ലാഹ് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു അല്ലേ. അപ്പൊ ആ ബലിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഭാഗത്ത് കാണാം, അവർ ചോദിക്കുന്നുണ്ട് എങ്ങനത്തെ പശുവാണ് വേണ്ടത്, കളർ എന്താ, വാലെങ്ങനെ ഇരിക്കണം, കാലെങ്ങനെ ഇരിക്കണം, ഇങ്ങനെ കസറത്തു സുആൽ നടത്തി ആ മഹാനായ മൂസാ നബിയോട് എങ്ങനത്തെ പശുവാണ് വേണ്ടത്. ഇവർ ചോദിക്കുന്നത് സൂക്ഷ്മതക്ക് വേണ്ടിയിട്ടല്ല, ചോദിച്ച് 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 അതിന് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം. അവസാനം എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി കൊടുത്തിട്ട് മൂസാ നബി അവരെ കുടുക്കിയപ്പോ അവർക്ക് ആ ബലി നൽകേണ്ടി വന്നു എന്നാണ്. ആ ബലിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ആ ബലിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അത് അവർ മനസ്സില്ല മനസ്സോടെ ചെയ്തത് കൊണ്ട് ആ പശുവിനെ അവർ കൊന്നുകളഞ്ഞു എന്നാ പറഞ്ഞത്, ബലി നൽകിയെന്നല്ല. ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. അപ്പൊ നമ്മൾ നിയ്യത്ത് ശരിയാകാതെ വേറെ എന്തെങ്കിലും ചിന്തയോടാണ് ഏത് നന്മ ചെയ്യണമെങ്കിലും അതൊരു കൊന്നുകളയലാണ്. അത് അള്ളാന്റെ മാർഗത്തിലുള്ള സമർപ്പണമല്ല. ബനു ഇസ്രായേലുടെ സംഭവം പഠിപ്പിച്ചു തരുന്നത് അതാണ്. അള്ളാഹ് പറഞ്ഞെന്താണ്? ഓല് ബലി നൽകിയെന്നല്ല, കൊന്നുകളഞ്ഞു. ഇത് രണ്ടാമത്തെ ബലി. മൂന്നാമത്തെ ബലി ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്മായിൽ നബിനെ ബലി കൊടുത്തതാ. ഈ ബലിയാണ് നമുക്ക് പാഠം, ഈ ബലിയാണ് നമ്മൾക്ക് സന്ദേശം. ഈ ബലിയുടെ ഭാഗമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇനി ഇസ്ലാമിക ലോകങ്ങളിൽ ഈ വിശ്വാസത്തെ പിൻപറ്റുന്ന ആളുകൾ ആയിരക്കണക്കിന് ഉരുവിന്റെ കഴുത്തുകളിൽ കത്തിവെക്കാൻ പോകുന്നത് ഈ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ്. ആ സംഭവം നമുക്കൊക്കെ അറിയാം. ആ ബലി നടന്നിട്ടില്ല. ബലി നടത്തിയ ടീമിനെ കുറിച്ച് നിയ്യത്ത് മാറിയപ്പോ എന്താ പറഞ്ഞ് കൊന്നുകളഞ്ഞു. ഈ ബലി നടക്കാതിരുന്നിട്ട് പോലും ഈ ബലി അല്ലാഹ് സ്വീകരിച്ചു എന്നാണ് അല്ലാഹ് പറഞ്ഞത്. കാരണം എന്താ? അല്ലാഹ് നോക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സിന്റെ തഖ്വയും സമർപ്പണവുമാണ്. തന്റെ മകൻ ഇസ്മായിൽ, ചരിത്രം കേട്ടിട്ടില്ലേ? ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കാൻ സമയമായപ്പോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ മകന്റെ കഴുത്തിൽ സ്വന്തം ഉപ്പ തന്നെ കത്തിവെക്കണമെന്നുള്ള അള്ളാഹുവിന്റെ വഹി കിട്ടിയപ്പോ തന്റെ മകന്റെ മുന്നിൽ ആ സംഗതി പറഞ്ഞപ്പോ മകൻ പറഞ്ഞത്, ഇഫ്അൽ മാ തുഅ്മർ, ഉപ്പങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തോളി, ഞാൻ നന്ദിയുള്ളവരിൽപ്പെട്ടവനാകാം എന്നൊക്കെ പറഞ്ഞ് തന്റെ മകനെ ശാരീരികമായും മാനസികമായും മറക്കാൻ വേണ്ടി മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കൊണ്ടുപോയി മലർത്തിക്കിടത്തിയപ്പോ മകൻ ഇസ്മായിൽ പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ തല നിങ്ങൾക്ക് അഭിമുഖമായി വെക്കരുത് എന്നും അത് ഭൂമിയിലേക്ക് താഴ്ത്തി വെക്കണമെന്നും, ഉപ്പ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കൊരു പക്ഷെ പകർച്ച വന്നേക്കാം, അതുകൊണ്ട് അത് വരരുത്, അള്ളാന്റെ കൽപ്പന നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞൊരു കൊച്ചുമകന്റെ ജീവിത സന്ദേശം ലോകത്തിന്റെ പാഠമാണ്. ആലോചിക്കൂ നിങ്ങൾ, ആ സന്ദേശമാണ് അള്ളാഹ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാനസികമായും ശാരീരികമായും കത്തിവെക്കാൻ വേണ്ടി തയ്യാറായപ്പോ അള്ളാഹ് പറഞ്ഞു, ഖദ് സദ്ദഖ്ത റുഅ്യ, നിങ്ങളത് സത്യപ്പെടുത്തിയിരിക്കണം, നിങ്ങളെ ചെയ്യേണ്ട ആവശ്യമല്ല, ഈ ആടിനെ പകരം അറുത്താൽ മതി. അതിന്റെ പകരമായിട്ടാണ് ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മളെല്ലാവരും ബലി നൽകാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, അല്ലാഹു നോക്കുന്നത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, നിങ്ങളെ ചൊറുക്കല്ല, നിങ്ങളെ കളറുക്കല്ല, നിങ്ങളെ ബോഡിയുടെ ആ സംഗതികളിലേക്കല്ല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ഈമാനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്
ഈ പറയപ്പെട്ട ഈമാനും തഖ്വയും കുടികൊള്ളുന്നത്? എവിടെയാ കുടികൊള്ളുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുന, തഖ്വ ഹൃദയത്തിലാണ്. അപ്പൊ ആ ആത്മസമർപ്പണമായിരിക്കണം നമ്മൾക്കുണ്ടാകേണ്ടത്. ആ ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞെന്താ? അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത ടാസ്ക് ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വ്യക്തമായ പരീക്ഷണമായിരുന്നു. വ്യക്തമായ പരീക്ഷണമാണ് മഹാനായ ഇബ്രാഹിം നബിക്ക് അല്ലാഹ് കൊടുത്തത് തന്റെ മകന്റെ വിഷയത്തിൽ. ഇനി അതിന്റെ അപ്പുറത്തെന്ത് പരീക്ഷണ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്ത്? സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. അത്രത്തോളം ആത്മസമർപ്പണം ചെയ്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ ബലിയുടെ ലക്ഷ്യം, അതിന്റെ സന്ദേശം അതാണ്. ഇനിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിനും ബലി നിയമമാക്കിയതിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിനും അവൻ മാത്രമാണ് ആരാധ്യനെന്ന് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയാണ് ഇസ്ലാമിലെ ബലിയെയും അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ബലിയുടെ ലക്ഷ്യം പറയുന്ന ഭാഗത്ത് അള്ളാഹുവിന്റെ തഖർറുബാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് മഹാനായ നാസിർ സഅദി റഹിമഹുല്ലാ പറയുന്നതായി കാണാം. ഈ നാസിർ സഅദി ആരറിയോ? ഇസ്ലാമിക ലോകത്തുള്ള അറിവ് പഠിക്കുന്ന ത്വാലിബുൽ ഇൽം അല്ലെങ്കിൽ തുല്ലാബുൽ ഇൽം എന്ന് പറയുന്ന വിദ്യാർത്ഥികളൊക്കെ അധികം പഠിക്കാനും റിസർച്ച് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന തഫ്സീറാണ് നാസിർ സഅദിയുടെ തഫ്സീർ. അദ്ദേഹം വഫാത്തായി പോയ ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത ലഭ്യമാണ്. ലളിതമായ അറബി ഭാഷയിലൂടെ സലഫുകളുടെ മാർഗങ്ങൾ കൃത്യമായി എഴുതി വെച്ച് സന്ദേശങ്ങൾ പഠിപ്പിച്ചെന്ന മുഫസ്സിറാണ് അദ്ദേഹം. അദ്ദേഹം പറയുകയാണ്, ഹസ്വഹാതൈനിൽ ഇബാദതൈൻ ബിദ്ദിക്ർ ലിഅന്നഹുമാ മിൻ അഫ്ളലിൽ ഇബാദാതി വ അജല്ലിൽ ഖുർബാത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സൂറത്തുൽ ഹജ്ജിലെ 34-ാമത്തെ വചനത്തെ വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഈ രണ്ട് ആരാധനകളെ പ്രത്യേകമായി സ്മരിച്ചതിന്റെ കാരണം, പ്രത്യേകിച്ച് ബലിയും അതുപോലെ ഹജ്ജും, അതാണ് രണ്ട് ആരാധനകൾ. അതിനെ പ്രത്യേകം സ്മരിക്കാൻ കാരണം അവ രണ്ടും ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്നും അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടാൻ ഏറ്റവും നല്ല രണ്ട് ഇബാദത്താണ് ഹജ്ജും ബലികർമ്മവും എന്ന് അദ്ദേഹത്തെ പോലെയുള്ള മുഫസ്സിറുകൾ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ. പക്ഷെ ഇന്ന് ചില ബലികൾ നടക്കുന്നത് മഹാന്മാരുടെ പേരിലാണ്. ഹജ്ജിന്റെ സന്ദേശം തന്നെ എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചൊല്ലി ഞങ്ങൾ ഇതാ വന്നു, നിനക്ക് പങ്കുകാരില്ല. ആ പ്രഖ്യാപനമാണ് ഹജ്ജ്. ഇബ്രാഹിം നബിയുടെ ജീവിതം, അള്ളാഹുവിന്റെ മുന്നിൽ ആത്മസമർപ്പണം ചെയ്ത ഇബ്രാഹിം നബിയുടെ ജീവിതം, മകൻ ഇസ്മായിലിന്റെ ജീവിതം, ഹാജറയുടെ ജീവിതം, ആ കുടുംബത്തിന്റെ ലൈഫാണ് ഹജ്ജായി പരിണമിച്ചത്. ആ ഇബ്രാഹിം നബിയുടെ ജീവിതം തൗഹീദിൽ അധിഷ്ഠിതമായിരുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, തങ്ങന്മാരുടെ പേരിൽ ആടിനറുക്കുന്നവർ, ബദരീങ്ങളുടെ പേരിൽ ഉരുവിനറുക്കുന്നവർ, സ്നേഹത്തോടുകൂടി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അവരോട് പറയുകയാണ്, അവരോട് ചോദിച്ചാൽ അവർ പറയല, അള്ളാഹിനേക്കൊന്ന് കൂലി കിട്ടാൻ തന്നെ ഞങ്ങളിത് ചെയ്യണത്. പിന്നെന്തിനാ മോനെ നീ ബദരീങ്ങളെ പേരിലറുത്തത്? പിന്നെ എന്തിനാ മോനെ നീ ഉള്ളാളത്തെ തങ്ങളുടെ പേരിലറുത്തത്? പിന്നെ എന്തിനാണ് ഇന്ന മക്ബറയുടെ, ഇന്ന ജാറത്തിന്റെ, ഇന്ന മഹാന്റെ, ഇന്ന തങ്ങളുടെ ബീവിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് നീ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് എന്താ? അതൊക്കെ ശിർക്കാണെങ്കിൽ, അതൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണില്ലേ? അതുപോലെ നിങ്ങൾ കുട്ടിക്ക് വേണ്ടി അക്കീഖ അറുക്കണില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇസ്ലാമിന് പറയാനുള്ളത്, കുട്ടിക്ക് വേണ്ടി അക്കീഖ അറുക്കുന്നത് പ്രവാചകന്റെ സുന്നത്താണ്. ഒന്നാമത്തെ മറുപടി അതാണ്. രണ്ടാമത്തത്, ഒരു കുട്ടിക്ക് വേണ്ടി അക്കീഖ അറുക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തിനാ കുട്ടിക്ക് അക്കീഖ അറുക്കണത്? ആ കുട്ടിക്ക് ഭാവിയിൽ വരുന്ന വലിയ ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മറയാണ് ആ അക്കീഖ. അറുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അർത്ഥമുണ്ടോ? അത് കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. ആ കുട്ടിയിൽ നിന്ന് നമ്മളൊന്നും ആഗ്രഹിക്കണില്ല. ആഗ്രഹിക്കണ്ടോ എങ്കിൽ അതും ശിർക്കായി. മയ്യത്ത് നിസ്കരിക്കാറുണ്ട് നമ്മൾ. ഇതൊക്കെ പറയാനുള്ളത്. മഹാന്മാർക്ക് വേണ്ടി നിങ്ങൾ ഉരുവിനറുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമാണത്. നിങ്ങൾ കുട്ടിക്ക് വേണ്ടി അക്കീഖ അറുക്കണില്ലേ, മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണില്ലേ? മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്താണ്. അത് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് മയ്യത്തിൽ നമ്മൾ ഒന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കണില്ല. ആഗ്രഹിക്കേണ്ട അതും തെറ്റാ. എന്നാൽ മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കുന്ന കോഴിയെ ഒഴിഞ്ഞിടുന്ന, ആടിനെ ഒഴിഞ്ഞിടുന്ന, ഉരുവിനെ ഒഴിഞ്ഞിടുന്ന ആളുകൾ ഈ ന്യായം പറയാൻ പറ്റുമോ? ഒന്നും ആഗ്രഹിക്കണില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മഹാന്മാരിൽ നിന്നൊരു തഖർറുബ് പ്രതീക്ഷിക്കുന്നുണ്ട്, മഹാന്മാരിൽ നിന്നൊരു സാമീപ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സാമീപ്യം ഇസ്ലാം പറഞ്ഞത്
അല്ലേ? ഇബ്നു ഹജർ ഹൈതമിയെ പോലെയുള്ള ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞത് മുർത്തദ്ദായി പോണ പരിപാടി എന്നാണ്. ഒരു മുസ്ലിം എല്ലാ ദിവസവും അല്ലാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുക, എന്ത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും മരണവും എൻ്റെ ബലികർമ്മവും എൻ്റെ ആരാധനകളും എൻ്റെ റബ്ബിനാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അത് അല്ലാഹു അല്ലാത്തതിലേക്ക് തിരിയാൻ പറ്റൂല. അപ്പൊ ഇസ്ലാമിൽ പഠിപ്പിച്ച ഈ ബലിയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നെന്താണ്? കറകളഞ്ഞ തൗഹീദ്, ഒരിക്കലും മായം കലരാത്ത, സ്ക്രാച്ചുകൾ പോലും കടന്നു വരാത്ത ശുദ്ധമായ തൗഹീദാണ് ഇസ്ലാമിലെ ബലി നമ്മുടെ മുമ്പിൽ തരുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ ശിആറുകൾ ആദരിക്കുകയാണത്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരാണോ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത്, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയിൽ പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജ്ജിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഇതൊക്കെ ഹജ്ജിൽ വന്ന ആയത്തുകളാണ്. നമ്മളെന്ന ഖുതുബയിൽ ഓതിയ സകല ആയത്തുകളും, ഫസ്വല്ലി റബ്ബിക വൻഹർ ഒഴികെയുള്ള എല്ലാ ആയത്തുകളും, അല്ലേ, അധിക ആയത്തുകളും സൂറത്തു ഹജ്ജിൽ വന്ന ആയത്തുകളാണ്. കാരണം എന്താ? ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ബലികർമ്മത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ആത്മസമർപ്പണമാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബലി നൽകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉരുവിനങ്ങോട്ട് മേടിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് അറുക്കുമ്പോൾ അതിൻ്റെ ഫീല് കിട്ടൂല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നല്ല. പക്ഷെ അതിൻ്റെ ഏറ്റവും ഉന്നതമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർന്ന് ഒരംഗത്തെ പോലെ വളർന്ന് ഒരാടിനെ, ഒരു ഉരുവിനെ നമ്മൾ വെള്ളം കൊടുത്ത്, നമ്മൾ ഭക്ഷണം കൊടുത്ത്, നമ്മൾ തന്നെ അതിൻ്റെ തൗത്തൊക്കെ വൃത്തിയാക്കി, നമ്മൾ തന്നെ അതിനെ കുളിപ്പിച്ച്, എന്തെങ്കിലുമൊക്കെ രോഗം വന്ന് നമ്മൾ തന്നെ അതിൻ്റെ രോഗത്തെ ചികിത്സക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്ത് നമ്മളെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഉരുവിൻ്റെ കഴുത്തിൽ നമ്മുടെ കൈകൾ കൊണ്ട് കത്തിവെക്കുമ്പോൾ കിട്ടുന്നൊരു പ്രയാസം, ഒരു സങ്കടം, ഒരു ഫീൽ, അതാണ് ബലിയിലൂടെ നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ആ ഒരു നോക്കൂ, ഇബ്രാഹിം നബി തന്റെ മകന്റെ കഴുത്തിൽ കത്തിവെച്ചപ്പോൾ ഉണ്ടായ ആ ഒരു ആത്മനിർവൃതി, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിന്റെ അവസ്ഥ, അതാണ് നമ്മൾ ഉരുവിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇതാണ് ഇസ്ലാമിലെ ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ സന്ദേശമെന്ന് സാന്ദർഭികമായി എൻ്റെ പ്രിയപ്പെട്ടവർ ഉണർത്തി എന്ന് മാത്രം. തൗഹീദാണ് പ്രധാനം, റബ്ബിന്റെ വജ്ഹാണ് പ്രധാനം. അത് നമ്മൾക്ക് ഏതൊക്കെ വഴിക്ക് നേടിയെടുക്കാൻ പറ്റുമോ അതിലൊക്കെ നമ്മൾ ഉണ്ടാകുക, അല്ലേ? അവിടെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എല്ലാ ഹൈറുള്ളടത്തൊരു വിശ്വാസി ഉണ്ടാവും, ഷർറിൽ നിന്ന് അവന് മാറി നിൽക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. ഈ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട കർമ്മമാണ് നമ്മളിപ്പോൾ കേൾപ്പിച്ച ബലി. കഴിവുള്ളവർ അത് നൽകണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇജ്മാഉള്ള കാര്യമാണ്. ഒരാടിനെ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ഇപ്പം ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് അത്യാവശ്യം നല്ല സാമ്പത്തിക നിലവാരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ബലികർമ്മം നിർബന്ധമാണോ സുന്നത്താണോ എന്നുള്ള വിഷയത്തിൽ മാത്രമേ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച. ഞാൻ ഇനി അള്ളാഹുവിൻ്റെ റസൂല് ഇതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ശ്രദ്ധ പതിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളെ വിഷയം പറയുന്ന ഭാഗത്ത് അതീവ ഗൗരവമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്, അല്ലേ? അതൊന്നും ഇപ്പം എനിക്ക് പറഞ്ഞ പണിയല്ല, അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്തോട്ടെ എന്നുള്ള ഒരു അലസമായ മട്ടിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ബലികർമ്മത്തിന്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഹദീസുകളുടെ ആധിക്യം കാരണത്താൽ കടം വാങ്ങിയിട്ടാണെങ്കിലും ബലികർമ്മത്തിൽ പങ്കാളികളാകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ കാണാൻ പറ്റും. അതായത് അള്ളാന്റെ മാർഗത്തിൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇത്. അതിൻ്റെ ശ്രേഷ്ഠത കാരണം നീ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അപ്പുറത്ത് കുറച്ച് കടം വാങ്ങിയിട്ടെങ്കിലും ഒന്നിനെ അറുക്കണം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഗൗരവം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ എത്ര വലിയ പ്രബലമായ സുന്നത്താൻ. അൽബാനി സഹീഹു തർഗീബിൽ ഈ ഹദീസിനെ സഹീഹാക്കിയത് നമ്മൾ കാണാൻ പറ്റും.
ഇതിന്റെ അർത്ഥം പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉളുഹിയത്ത് അള്ളാന്റെ മാർഗത്തിൽ ഒരുവിനെ എന്തുവാകാം, ഒട്ടകാകാം, മാടുകളാകാം, ആടുകളാകാം. ഇതിനെയാണല്ലോ കൊടുക്കേണ്ടത്. ആട്, മാട്, ഒട്ടകം, ഇതിനെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അവൻ ഉളുഹിയത്തിന്റെ സന്നദ്ധനായില്ല എങ്കിൽ അവൻ ഈദ്ഗാഹുകളിലേക്ക് വരേണ്ടതില്ല. അപ്പൊ ഇത് നിർബന്ധിക്കാനെന്ന് ഇസ്ലാമിൽ ഒരു കാര്യം നിർബന്ധമല്ല. പക്ഷെ അള്ളാഹു തന്ന സമ്പത്ത് എന്തൊക്കെയാണ് ഇയാളോട്ട് ചെയ്യണമെന്നുള്ള നോക്കുകയാണ്. നമുക്കൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാനൊരു മോട്ടിവേഷനാണ് എത്ര നന്മകള്. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തില് ഇപ്പൊ നമ്മളെ ഈ പള്ളിയിൽ സാധാരണ ഏതാനും വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ സംഘടിതമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ നമ്മളെ വീടുകളിൽ നമ്മൾക്ക് നിർവഹിക്കാം. ഇപ്രാവശ്യം അങ്ങനത്തെ സംവിധാനം ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഇനി അങ്ങനെ ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് നമ്മളെ വീടുകളിൽ അറുക്കാം. ഒരു പശുവാണെങ്കിൽ 7 പേർക്ക് അതിൽ ഷെയർ ആകാം. അതിലധികം ആൾക്കാർക്ക് പറ്റൂല. അതിൽ 6 ആള് കൂടി 7ാമത്തെ ആള് മരിച്ചുപോയ എൻ്റെ ഉമ്മാന്റെ പേരിൽ ഉപ്പാന്റെ പേരിൽ നിയ്യത്താക്കി അതും പറ്റും. നമ്മൾ കഴിഞ്ഞ കുത്തുബി പറഞ്ഞതാ. എന്താ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല ചില ആൾക്കാർക്ക്. ഒരു ഉരുവിൽ പശുവാണെങ്കിൽ 7 ആള്, അതിൽ 6 ആള് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഷെയർ കൂടി. ഇനി വേണ്ട ഒരു 5 ആള്, 6ാമത്തെ ഒരാള് അല്ലെങ്കിൽ 7ാമത്തെ വേറെ 2 ആളും കൂടി മരിച്ചു പോയ 2 ആൾക്ക് അതിന് കൂലി കിട്ടട്ടെ എന്നുള്ള നീയത്തിൽ ഉളുഹിയ്യത്ത് അറുത്തൽ ആ കൂലി ഉണ്ട്. ഹദീസിൽ വന്നതാ. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാല്ലെന്ന്. അങ്ങെടുത്ത് മാറ്റണം. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം. ഇല്ലാത്തതില്ല. ഇപ്പൊ എന്നോട് കഴിഞ്ഞ 2 ദിവസം ഒരാൾ ചോദിക്കും, ഉസ്താദെ മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ ഓതിയ കിട്ടുമോ? എന്നോട് ഒരാൾ ചോദിച്ചാൽ അപ്പൊ ഞാൻ ഉടനെ തന്നെ എന്റെ വാക്കൊന്നും പറഞ്ഞില്ല. ഒരാൾ താൻ ചെയ്തതെന്തേ അതേ ഉണ്ടാവുള്ളൂ. സൂറത്ത് നജ്മിലെ ആയത്താണ്. ഇബ്നു കസീർ അതിന് കൊടുത്ത വിശദീകരണം എന്താ? ഷാഫി ഇമാം അദ്ദേഹത്തെ പിൻപറ്റിയ ആൾക്കാരും പറഞ്ഞിരിക്കുന്നു, ലാ യസ്ലു സ്വവാബിഹ ഇലൽ മൗത, മരിച്ചവർക്ക് ഖുർആൻ ഓതിയാൽ എത്തൂല. നമ്മൾ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഷാഫി ഇമാം പറഞ്ഞാലോ? എന്തേ അദ്ദേഹം കാരണം പറഞ്ഞോ? അത് ഓല പ്രവർത്തനത്തിൽ പെട്ടതല്ല, വല കസ്ബിഹിം, വല അധ്വാനത്തിൽ പെട്ടതല്ല. മാത്രമല്ല സഹാബത്തോ റസൂലുള്ളാഹിയോ അത് പഠിപ്പിച്ചിട്ടില്ല, അതും പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞെന്തറിയോ? ഇങ്ങനെ ഖുർആൻ ഓതി മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന അതിന്റെ പ്രതിഫലം അവർക്ക് എത്തുന്ന സമ്പ്രദായത്തിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നെങ്കിൽ സഹാബത്ത് മുന്നേറിയിരുന്നതാണ്. അപ്പൊ ഞാൻ ഇത് കാണിച്ചു കൊടുത്തപ്പോ ആ സഹോദരൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞെന്തറിയോ? അതെ, പിന്നെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ ഓതിയനെ എനിക്ക് കൂലിട്ടോ. അവസാനം പിന്നെ അങ്ങനെയായി ചോദിക്കും, വേണ്ട അത് എത്തൂല. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഓതിന്റെ പേരിൽ എൻ്റെ ഉമ്മാക്ക് വേണ്ടി എന്നും യാസീൻ ഓതി ഖബർ സിയാറത്ത് ചെയ്യുന്ന ആളാണ്. ആ യാസീനോത്തിന് കൂലി കിട്ടുമെന്ന് ചോദിച്ചു. സത്യത്തിൽ അതിന് മറുപടി നമുക്ക് പ്രയാസമുണ്ട്. കാരണം എന്താ? അവിടെ ആ നന്മ ബിദ്അത്താണ്. അള്ളാഹുവിന്റെ റസൂൽ ഖബറിന്റെ അരികിൽ ചെന്ന് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ യാസീൻ ഓതും നിങ്ങളുടെ നീയത്ത് എന്തായിരുന്നു? ആ നീയത്തിലാണ് പ്രശ്നം. അല്ലാത്ത സമയത്ത് നിങ്ങൾ എത്രയും ഖുർആൻ ഓതിക്കോ, ഒക്കെ ഖുർആൻ പറഞ്ഞ കാര്യമല്ലേ. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി കിട്ടും എന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഉളുഹിയ്യത്ത് ഇറക്കുമ്പോൾ വേണമെങ്കിൽ മരിച്ചുപോയ ആളുകൾ ഇതിൽ ഷെയർ ആക്കാം. മക്കൾക്ക് വേണ്ടി, മരിച്ച മാതാപിതാക്കളുണ്ട്, നിങ്ങളായി കൂട്ടിക്കൂടി പോലെ. ഹദീസ് വേണോ? മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇരിക്കാം. സഹിയ ഹദീസ് ഉണ്ട്. ദുആ ചെയ്താൽ കിട്ടും, സ്വതക്ക ചെയ്താൽ കിട്ടും, ഹജ്ജ് ചെയ്താൽ കിട്ടും, നോമ്പൊറ്റാ കിട്ടും, ഉംറ ചെയ്താൽ കിട്ടും. എങ്കിൽ അതൊക്കെ കിട്ടുമെങ്കിൽ ഇത് കിട്ടൂലേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇബാദത്തുകളിൽ ഖിയാസ് പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്? കഴിവുണ്ടായിട്ടും ഉളുഹിയ്യത്ത് ഇറക്കാത്തവർ മുസല്ലയിലേക്ക് വരണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം ഗൗരവമാണ്. ഹദീസുകൾ ഈ രൂപത്തിൽ വരെ ഉണ്ടായിട്ടിരിക്കെ ഇതിലെ ലാഘവം കാണിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് എന്നുള്ളതാണ് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, സ്വന്തം കുടുംബത്തിന് ജീവിക്കാനുള്ള ശേഷി കഴിച്ച് ഉളുഹിയ്യത്ത് ഇറക്കാൻ പണം കയ്യിലുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത്. അങ്ങേയറ്റം അല്ലേ, ഈ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ മിഡിൽ ക്ലാസ് ടീമുകളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ രോഗം വേണ്ടപ്പെട്ട ആൾക്കാർക്കിടെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തും പുറത്തും വാങ്ങണം. അല്ലാത്ത ഒരു ജീവിതമാണ് അങ്ങനെ പോയിക്കോളും. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോണ മിസ്കിന്മാരുടെ പേരിൽ പറയപ്പെട്ട കാര്യമല്ലത്. തൻ്റെ കുടുംബത്തിനും
തൻ്റെ വീട്ടിലുള്ള ആളുകൾക്കുള്ള ചെലവ് മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നീക്കിരിപ്പുള്ള വല്ലതുള്ളവരോട് ഇത് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളിൽ പലരും. അള്ളാഹു നമ്മുടെ സമ്പത്തിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. പല ആൾക്കാർ ആമീൻ പറയണില്ല, എന്താന്ന് അറിഞ്ഞൂടാ, വലിയ ഇഷ്ടമില്ലെന്ന് തോന്നണോ? അപ്പം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു എന്ത്, ഈ ബലികർമ്മത്തെക്കുറിച്ച് പറയണത് നബിയാണ്, ഞാനല്ല. അതുകൊണ്ട് എന്നോട് അതിൻ്റെ വിദ്വേഷം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാം ഖുത്ബ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ഞാൻ വേറൊന്നും കൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരാടാണ് എങ്കിൽ ഒരാൾക്ക് തനിച്ചറുക്കാം. ഇതിൽ ഷെയറില്ല. ഒരാടിനെ വാങ്ങാൻ കഴിയാത്തൊന്നുമില്ലല്ലോ ഇപ്പം നമ്മളെ കൂട്ടത്തില്, അല്ലേ? എൻ്റെ മാർക്കറ്റിലെ വിലയൊന്നും എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ കൂട്ടിയാൽ മതി. പിന്നെ മാട ഒട്ടമൊക്കെ ആണെങ്കിൽ 7 പേർക്ക് വരും. ഒട്ടകത്തിലൊക്കെ നമുക്ക് 7 പേർക്ക് ഷെയർ ആകാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒട്ടകമില്ലല്ലോ, നമ്മുടെ നാട്ടിൽ മാടാണ്. പശുവർഗം, പോത്തുവർഗം, അതിലൊക്കെ 7 പേർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7-ൽ കൂടുതൽ പേർ ഒരു മൃഗത്തിൽ പങ്കാളിയായാൽ ആ മുഴുവൻ പേരുടെയും ഉളഹിയത്ത് ബാത്തിലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളും കൂടി ഇരുന്നോട്ടോ, ഒരാളും കൂടി അല്ലേ ഉള്ളൂ, അള്ളക്കാണ് അഡ്ജസ്റ്റ് ചെയ്തോളൂ, അല്ലേ എന്ന് പറഞ്ഞു ഒരാളെ കൂടി കുത്തിക്കയറ്റാൻ പറ്റൂല. ബാക്കിയുള്ള 7 ആളുടെയും എന്താവും? ബാത്തിലായി പോവും. മാത്രമല്ല അറുക്കുന്ന മൃഗം ഏതായാലും ഇപ്പൊ ഉസ്താദ് മിമ്പറും അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, ഇനിയിപ്പോ ഏതെങ്കിലും ഒന്നിനെ വാങ്ങിക്കൊണ്ടുവരാ എന്നുള്ളതല്ല, നല്ലതിനറുക്കണം, നല്ലതിനറുക്കണം, അല്ലേ? കുറവുകളില്ലാത്ത പഠിപ്പിക്കപ്പെട്ട വയസ്സ് പൂർത്തിയായ ആ മൃഗങ്ങളെ ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് ശരിയാവൂല. പിന്നെ ഞൊളിയത്ത് ഇറക്കാന് പറയാൻ പറ്റില്ലല്ലോ. ഹുത്തുബൊക്കെ കേട്ട് നല്ല ഈമാൻ കയറി ഇന്ന് പോയിട്ട് ആടിനെ മേടിക്കാം എന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഉളിയത്ത് ഹുത്തുബ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രാധാന്യത്തെ പണ്ടേ അറിയുന്ന ആൾക്കാർ എന്തായാലും അതിന് തീരുമാനിച്ചോലുണ്ടെങ്കിൽ ഓല് ശ്രദ്ധിക്കേണ്ട കാര്യം, ദുൽഹിജ്ജയുടെ ആ ദിനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ആ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നത് വരെ അവരുടെ തലമുടി മുറിക്കാൻ പാടില്ല. അതൊക്കെ അറിയാവുന്ന സുന്നത്താണ്, പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അതുപോലെ തന്നെ കക്ഷരോമം, ഗുഹ്യരോമം, മീശ, താടി, നഖം പ്രകൃതി ശുദ്ധീകരണത്തിൽപ്പെട്ട കാര്യങ്ങളാണെന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. അതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. ഏതുവരെ? ദുൽഹിജ്ജ പറഞ്ഞാൽ ഈ മൃഗത്തെ അറുത്ത് തീരുന്നവരെ കേട്ടോ. അപ്പൊ അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ ഹദീസിൽ വന്ന കാര്യമാണത്. ബലിമൃഗവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര മസാലകൾ വിശദമായി മനസ്സിലാക്കാൻ നമ്മളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക. ആരോഗ്യമുള്ള മൃഗങ്ങളെ തന്നെ കഴിയുന്ന ആളുകളൊക്കെ കൊടുക്കുക. തീരുമാനിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓൽക്ക് ഈ ഹുതുബ അത് തീരുമാനിക്കാൻ ഒരു കാരണമാകട്ടെ എന്ന് എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും നമ്മളെ പങ്കാളികളാക്കുമാറാകട്ടെ. നമ്മളിതെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നൊരു ദിനമുണ്ട്. ഇപ്പം നമുക്കിതൊക്കെ ഉണ്ടാവുള്ളൂ. ലോകത്തറിയപ്പെട്ടൊരു ചക്രവർത്തി മരണത്തിന്റെ സമയത്ത് എൻ്റെ 2 കൈകളും പുറം ലോകത്തേക്ക് ശവമഞ്ചത്തിൽ നിന്ന് മലർത്തിയിടണമെന്ന് അലക്സാണ്ടർ എന്ന് പറയുന്ന ലോകം അടക്കി ഭരിച്ച ഒരു രാജാവിന്റെ ചരിത്രം വായിക്കുന്നിടത്ത് ഞാൻ വായിച്ചൊരു കാര്യമാണ്. എന്തിനാണ് നിങ്ങളെ ശവമഞ്ചത്തിൽ നിന്ന് 2 കൈകളും പുറത്തേക്കിടാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, അതെ, ലോകത്തിന്റെ 80% എൻ്റെ കൈകളിലാണ് എങ്കിലും പോകുമ്പോൾ ഞാൻ ഒരു പിടി മണ്ണ് പോലും കൊണ്ടുപോകുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് കൊടുത്താൽ ഖബറിൽ സുഖമായി കിടക്കാം, പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയാം. അതല്ല ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് ദീനിന്റെ വിഷയത്തിൽ മാത്രം കാരണക്കാരായി ചെറിയ രൂപത്തിൽ നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം വരെ ആവേശത്തോടു കൂടി സാമ്പത്തികമായും ശാരീരികമായും മുന്നിട്ടിറങ്ങാൻ മുകളിലുള്ള റബ്ബ് നമുക്കെല്ലാം മാനസികമായി ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു ഫാമിലി, അത് ജന്മനാ കുട്ടിക്ക് ചെറിയൊരു പ്രയാസമുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ചികിത്സയിലൂടെ ആ കുട്ടിക്ക് ശിഫയാവുകയും പിന്നീട് ആ കുട്ടിക്ക് ചെറിയ സുന്നത്ത് കല്യാണത്തിന് ശേഷം ശക്തമായ വയറുവേദന കാരണം കുട്ടി കരയുകയും ഇത് വലിയൊരു പ്രയാസമായി മാറുകയും ചികിത്സക്ക് വേണ്ടി ആ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. 4 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിലേക്ക് അള്ളാഹു സ്വാലിഹായ സന്താനമായി ആരോഗ്യമുള്ള കുട്ടിയായി ആ കുട്ടിയെ അള്ളാഹു തിരിച്ചു നൽകുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും
അള്ളാഹു നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ കാക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ നോക്കൂ, കാഞ്ഞങ്ങാട് മടിയൻ പ്രദേശത്ത്, മാണിക്കോത്ത് പ്രദേശത്ത് 2 കുട്ടികളുടെ മരണവാർത്ത ഇന്നലെ നമ്മൾ അറിഞ്ഞു. മഴക്കാലാണ്, നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമ്മൾക്കും അതുപോലെ തന്നെ ഇനി വെള്ളപ്പൊക്കങ്ങളും ഒക്കെയായി ദുരന്ത വാർത്തകൾ കേൾക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മുടെ റബ്ബിനോട് പറയാം, അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ, സമൂഹത്തെ, നമ്മുടെ വീട്ടിലുള്ളവരെ എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇന്നലെ മരണപ്പെട്ട ആ 2 കുട്ടികളുടെ കുടുംബം എത്രത്തോളം സങ്കടത്തിലായിരിക്കും. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആൾക്കാരുണ്ട്. ഈ കൂട്ടത്തിലുണ്ടാകാം ശാരീരികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. മാനസികമായ ഒരുപാട് സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു ആ സങ്കടങ്ങളും പ്രതിസന്ധികളും നീക്കി നിർഭയത്വവും സമാധാനവും മനസ്സകങ്ങളിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് സന്തോഷമുള്ള കൺകുളിർമയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം എത്രയാണോ ഈ ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത്, അത്രയും കാലം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ സമ്പത്തിലുമൊക്കെ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഇംതിയാസുക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ ദുആ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹസൈനാർച്ച, നമ്മുടെ എൻ്റെ ഈ സംസാരത്തിൽ ഞാൻ പറഞ്ഞവരും പറയാത്തവരുമായ ധാരാളം ആളുകളുണ്ട്. പല ആളുകളും അവരുടെ കർമ്മങ്ങളുമായി ആരുടെ മണ്ണിലേക്ക് അമർന്നു കഴിഞ്ഞവരാണ്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ എല്ലാം ഖബറിടം അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ ഒരു തോപ്പാക്കി അവരുടെ എല്ലാം ഖബറിടം മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.